ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇപ്പോൾ കുറച്ച് നാളായി സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിക്കാണുന്നത് വളരെ പേടിയോടാണ്. ഇപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും ഡൗൺ ഉണ്ടാകാൻ കാരണം. അതോടൊപ്പം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ സെല്ലിങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സായ നമ്മൾ ഒരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഷോർട്ട് ടൈമിൽ അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്, പക്ഷേ ലോങ് ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് തന്നെ പോകും. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കോണമി ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിങ്, ഡിജിറ്റൽ എക്കോണമി ഇവയെല്ലാം തന്നെ ലോങ് ടൈമിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്ന സെക്ടേഴ്സാണ്. വലിയൊരു ശതമാനം ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു തെറ്റാണ് മാർക്കറ്റ് താഴെ പോയ ഉടനെ പാനിക്കായിട്ട് ലോസ് ആണെങ്കിൽ സെല്ല് ചെയ്ത് കളയും. പക്ഷെ അങ്ങനെയല്ല, മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സ്റ്റോക്സ് വാങ്ങേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് നല്ല നല്ല സ്റ്റോക്കുകൾ, ഡൗണായ സ്റ്റോക്കുകൾക്ക് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആവറേജ് ചെയ്യുക. അതുപോലെ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് ഓരോ ഡിപ്പിനും ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല സെക്ടേഴ്സിലെ നല്ല സ്റ്റോക്കുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. കയ്യിലുള്ള പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ 20-30% ഡൗൺ ആയാൽ മാത്രം ആവറേജ് ചെയ്യുക. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല അതാണ്, ആവറേജ് ചെയ്യുക, ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ മൈൻഡ് സെറ്റ് ലോങ് ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ലോങ് ടൈം ചിന്തയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.